എൻ്റെ ബാല്യം പൊന്നാനിക്കടയിൽ അങ്ങനെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുന്നു. ആ അത്യാഹിതമാണ് ഏറ്റവും വലിയ അത്യാഹിതം, ജീവിതത്തിലുണ്ടാകാവുന്ന ഏറ്റവും വലിയ പരിണാമം. എന്താണ്? അച്ഛന് ട്രാൻസ്ഫർ ആവുന്നു. കാരണം എന്ത്? ആ കാരണം കേരളമല്ല, ലോകം മുഴുവൻ കേൾക്കണം. ഒരു വലിയ നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച മനുഷ്യൻ, ഒരു ധനാഢ്യൻ, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ 1 രൂപയ്ക്ക്, കേവലം 1 രൂപയ്ക്ക്, അതും സർക്കാർ നിർബന്ധിച്ചപ്പോൾ 1 രൂപ വാങ്ങിയിട്ട് ആ വലിയ ലക്ഷങ്ങൾ കോടികൾ മതിക്കുന്ന മൂക്കുതല സ്കൂൾ സർക്കാരിന് കൊടുക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണത്, ഇതിഹാസമാണത്. അങ്ങനെ 1 രൂപയ്ക്ക് സർക്കാരിന് മൂക്കോല സ്കൂള് അദ്ദേഹം സംഭാവന നൽകുമ്പോൾ ഒരു അത്യാഹിതം സംഭവിച്ചു. എന്താണ്? അച്ഛൻ ഗവൺമെൻറ് കോളേജിലെ അധ്യാപകനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. എങ്ങോട്ട്? അതാണ് അത്ഭുതം. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. തിരുവല്ല എന്ന് പറഞ്ഞാൽ സാക്ഷാൽ തിരുവല്ല, സംസ്കാരത്തിൻ്റെ വേറൊരു മുഖം, കഥകളിയുടെ മുഖം. കഥകളിക്ക് ഊടും പാവും കൊടുത്ത തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്തേക്കാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ മാത്രമല്ല, ഞങ്ങളെല്ലാം വരുന്നു. അവിടെ വാടക വീട്. ഈ പൊൻകുന്നം ദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനും സാഹിത്യകാരനും സമ്പാദ്യം കുട്ടികൾ മാത്രമേ ഉള്ളൂ. വാടക വീടാണ് അഭയം. ഒപ്പം കമ്മ്യൂണിസവും രാഷ്ട്രീയവും. അവിടെയും അച്ഛൻ വിട്ടില്ല. ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തനം. പുതിയ മുഖങ്ങളാണ് അച്ഛൻ്റെ ശിഷ്യന്മാർ വരുന്നത്. ഒരുപാട് ആൾക്കാർ, ഒരു വിജയൻ നായർ, ഒരു എലിമന പരമേശ്വരൻ പിള്ള, ഒരു ജി സുകുമാരൻ നായർ, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ഗ്യാങ്, ഒരു പൊന്നറ വിജയൻ, നല്ലവണ്ണം അഭിനയിക്കുന്നൊരു നടൻ, എം ജി സോമൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുള്ള ഒരു തലമുറയാണ് തിരുവല്ലയിൽ. ആ വാടക വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ഇവരൊക്കെ വന്നിരുന്നു. ഇവരെയൊക്കെ ഞാൻ കാണുന്നു. എൻ്റെ ബാല്യം കുറച്ച് ഉയർന്നിട്ടുണ്ട്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ MGM സ്കൂളിൽ ഞാൻ ചേർന്നിരിക്കുന്നു. MGM ഇംഗ്ലീഷ് സ്കൂളിൽ. പരുമല തിരുമേനിക്ക് വേണ്ടി, ആ തിരുമേനിയുടെ കബറിടത്തിലേക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പൊതിയും കെട്ടിപ്പോകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഈ MD രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. MGM സ്കൂളിലെ MD രാജേന്ദ്രൻ. എൻ്റെ ബാല്യം, എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെയാണ് നടക്കുന്നത്, 10ാം ക്ലാസ് വരെ. എത്ര മനോഹരമായൊരു കാലഘട്ടമായിരുന്നു അത് എന്ന് ഓർത്താലും എനിക്ക് അത് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ വീട്ടിൽ ശ്രീഭവൻ എന്നായിരുന്നു ആ വീടിൻ്റെ പേര്, ഞങ്ങൾ താമസിച്ച വീട്. അവിടേക്ക് ആരൊക്കെ വന്നു എന്ന് ഞാൻ അത്ഭുതമാണ്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും, ഇവരൊക്കെ അങ്ങോട്ട് വരികയാണ് അച്ഛനെ കാണാൻ. ഇല്ല, അച്ഛന് യോഗത്തിന് പോകുമ്പോൾ അച്ഛൻ അവരുടെ കൂടെ പോകും. അങ്ങനെ ചില യോഗങ്ങളിൽ ഞാനും പോകും. ഒരു ദിവസം, അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. ഞാനന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ വരാന്തയിൽ ഒരുപാട് പേരും സംസാരിക്കുകയാണ് അച്ഛനോട്. തെങ്ങോം ബാലകൃഷ്ണൻ, ഞാൻ വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നു, വയലാർ രാമവർമ്മ, പിന്നെ LPR വർമ്മ, ഇവരൊക്കെ വന്നിരിക്കുകയാണ് അച്ഛനെ കാണാൻ. കാമ്പിശ്ശേരി കരുണാകരൻ. വാസ്തവത്തിൽ ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു, പ്രത്യേകിച്ച് എടുത്തു പറയണം, ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു മണം ഒരു പ്രത്യേക വ്യക്തി ഉണ്ടായിരുന്നു. ചുരുണ്ട മുടിയൊക്കെയുള്ള, വെള്ള ഷർട്ട് ധരിച്ച, ഉരുണ്ടുരുണ്ട് വരുന്ന ആ ചെറുപ്പക്കാരൻ എന്നെ ഇങ്ങനെ അണഞ്ഞു പിടിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്തൊരു മണമാണ് ആ മനുഷ്യന്. അദ്ദേഹമാണ് സാക്ഷാൽ വയലാർ രാമവർമ്മ. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോടൊരു കുട്ടിയാണല്ലോ, എന്നോട് ചോദിക്കുന്നു ഒരു ലോഹ്യം, മോനെ നിനക്ക് ഇനി വരുമ്പോൾ ഞാൻ മുട്ടായി കൊണ്ടുവരണോ? എന്ത് മുട്ടായി കൊണ്ടുവരണം? അപ്പം ഞാനത്ര വലിയ അറിവുള്ള ആളെങ്കിലും ചെറുപ്പത്തിലേ എനിക്കൊരു ദുഷ്പേരുണ്ട്, അഹങ്കാരിയാണെന്ന് ദുഷ്പേരുണ്ട്, അഹങ്കാരി. എനിക്ക് ആ പേരിട്ടത് EM കോവൂർ എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം സാഹിത്യകാരനുമായിരുന്നു. ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിച്ചു. ഞാനന്ന് വിദ്യാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മീറ്റിങ്ങിലേക്ക് പ്രസംഗിക്കാനൊരു അവസരം കിട്ടി. എൻ്റെ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്നോട് ചെവിയിൽ പറഞ്ഞു, നിൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ
മോനെ നിൻ്റെ തല വലുതാകരുത്. എൻ്റെ തല അത്ര വലിയ വലുപ്പമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നോക്കി. അപ്പോൾ അയ്യങ്കാവൂർ പറഞ്ഞു, നീ നല്ലവണ്ണം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് അഹങ്കാരം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അത് അങ്ങനെയുള്ളൊരു പ്രത്യേക ബാല്യമാണത്. അപ്പോൾ പ്രസംഗ മത്സരത്തിനൊക്കെ ധാരാളം പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ സമ്മാനങ്ങളും മേടിക്കും. എം ജി എം സ്കൂളിൻ്റെ പ്രസംഗ മത്സരത്തിലെ ആളായിട്ട് ഞാനാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോയി പിന്നെ പിൽക്കാലത്ത് അത് ഒരു സ്ഥിരം ജോലിയായി, ഈ പ്രസംഗ മത്സരവും ഈ പ്രൈസ് വാങ്ങലും. അങ്ങനെ പിന്നീട് പറയേണ്ട കാര്യമാണെങ്കിലും പറയുകയാണ്, പിന്നീട് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പലയിടത്തും ഏറ്റുമുട്ടിയ എൻ്റെ ശത്രു മിക്കവാറും അയാൾക്ക് 1ാം സമ്മാനമായിരിക്കും, എനിക്ക് 2ാം സമ്മാനമായിരിക്കും. ഇയാളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ എങ്ങനെ 5 മിനിറ്റിൽ പറയണ ഒരു കാര്യം നഖത്തിനെ കുറിച്ച് 5 മിനിറ്റ് എങ്ങനെ പ്രസംഗിക്കും? അതുവരെ അയാൾ പ്രസംഗിക്കും. അത്ര മനോഹരമായിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ പ്രസംഗ മത്സരത്തിലും ഞങ്ങൾ പോയിരുന്നു. അതിലാണ് പിൽക്കാലത്ത് ഗവർണറായിട്ട് മാറിയുള്ള ആനന്ദബോസ്, CV ആനന്ദബോസും ഞാനുമായിരുന്നു ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ബാല്യകാലത്തുള്ള എൻ്റെ പ്രസംഗശീലം ഇതൊക്കെ എന്നെ MGM സ്കൂളിലെ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചു. എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു, അതാണ് പാട്ട്. ഈ നേരത്തെയുള്ള ആമി ഡെവലപ്പ് ചെയ്ത് അത് വലിയ പാട്ടിലേക്ക് നീങ്ങി തുടങ്ങി. അങ്ങനെ പാട്ടിനുള്ള ലളിതഗാന മത്സരത്തിനൊക്കെ സമ്മാനം മേടിക്കുക എന്നുള്ള ഒരു ദുഷ്പ്രവണതയും ഞാൻ കീപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ MGM സ്കൂളിൽ ഒരു ലിറ്റിൽ സ്റ്റാർ ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ഈ ലിറ്റിൽ സ്റ്റാറിനൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. പാവം, അയാൾ മരിച്ചുപോയി. വലിയൊരു പാട്ടുകാരൻ്റെ, യേശുദാസിനേക്കാൾ വലിയൊരു പാട്ടുകാരൻ്റെ, ഒരു തലമുറ മുഴുവൻ നെഞ്ചേറ്റി ലാളിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. ഞാൻ ആ പാട്ട് പാടിയ പേര് പറയും നിങ്ങൾ. ആരാണെന്നറിയാമോ? തലയ്ക്കുമീതെ ശൂന്യാകാശം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ എന്നൊക്കെ പറയുന്ന മനോഹരമായ അന്നത്തെ ഹിറ്റ് സോങ്ങിൻ്റെ ആളായിരുന്നു KS ജോർജ്. അദ്ദേഹത്തിൻ്റെ മകൻ ലാലു ഇവിടെ പഠിച്ചിരുന്നു. എനിക്കെതിരെ ഈ ആനന്ദബോസ് പോലെ സ്കൂളിൽ എനിക്കെതിരെ പാടിക്കൊണ്ടിരുന്നത് ലാലുവാണ്. അങ്ങനെ ലാലു അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടും. അവനൊരു പാട്ട് അവൻ്റെ അച്ഛനേക്കാൾ ഭംഗിയായിട്ട് പാടും. പാവം, മരിച്ചുപോയി. പുള്ളി പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ ചെറുപ്പക്കാരിൽ വലിയ തരംഗം സൃഷ്ടിച്ച പാട്ടാണ്. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി പാടാവുന്ന ഒരു സ്റ്റാൻഡേർഡും ശബ്ദവും ഉണ്ടല്ലോ, എങ്കിലും നല്ലവണ്ണം അവൻ പാടി. അത് പരിമല തിരുമേനിയുടെ കബറിൽ പോയിട്ട് ഞങ്ങൾ പിന്നീട് പാടുകയൊക്കെ ഉണ്ടായി. ഞാൻ നയിക്കും തേരാണു സ്വർഗം, ഞാനുറങ്ങും തീയാണു നരകം, മാലാഖമാരും ചെകുത്താന്മാരും എൻ വിരൽ തുമ്പിലെ ചലനങ്ങൾ, മായിക മാന്ത്രിക ചലനങ്ങൾ. ഞാൻ നയിക്കും തേരാണു സ്വർഗം, ഞാനുറങ്ങും തീയാണു നരകം, മാലാഖമാരും ചെകുത്താന്മാരും നിൻവിരൽ തുമ്പിലെ ചലനങ്ങൾ, മായിക മാന്ത്രിക ചലനങ്ങൾ. അപ്പോൾ ഇത് KS ജോർജിൻ്റെ മോനാണ് പാടുന്നത്. അപ്പോൾ എന്ത് പറ്റും? സമ്മാനം അവന് 1ാമത്. പാട്ട് നല്ലത്, ആ പാടുന്ന ആളും ഗ്രേറ്റ്. എൻ്റെ മനസ്സിൽ അസൂയ എൻ്റെ പരമ കാഷ്ടയിലെത്തുകയാണ്. അവസാനം ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഫസ്റ്റ് പ്രൈസ് വേണ്ട, എനിക്ക് പാട്ടും വേണ്ട. അങ്ങനെ ഞാൻ പ്രസംഗത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അവന് പ്രസംഗിക്കാൻ അറിയില്ല, അതെൻ്റെ വിജയമായി. അങ്ങനെ വിജയിച്ച് ഞാൻ ചെല്ലുമ്പോഴാണ് വേറൊരു ദുർഘടം, CV ആനന്ദബോസ്. എന്താ ചെയ്യുക? അങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് വൈതരണികളിൽ പെട്ടിട്ട് എൻ്റെ ബാല്യം അങ്ങനെ സുഖിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സമാധാനം തന്ന, പറഞ്ഞു വരുന്ന അതാണ്, എനിക്ക് സമാധാനം തന്നത് സാക്ഷാൽ പരിമല തിരുമേനിയുടെ കബറിടമാണ്. അങ്ങോട്ട് ഞങ്ങളൊരു പൊതിയും കെട്ടിയിട്ട് ഇങ്ങനെ പെരിങ്ങര വഴി, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്,
നമ്മുടെ കവി കുമാരപിള്ള സാറിൻ്റെ ഒക്കെ സ്ഥലമാണ് പെരിങ്ങര. തിരുവല്ലയിലെ കവിയാണ് പെരിങ്ങര. തിരുവല്ലയിൽ വേറെയും കവികളുണ്ട്, വിഷ്ണുനാരായണൻ നമ്പൂരിയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, നീളം കവികളൊക്കെ ആ ഏരിയയിലുള്ളതാണ്. പക്ഷേ ഈ പെരിങ്ങരയിലൂടെ ഞങ്ങൾ ഈ ചെറിയ പൊതിയും കെട്ടി ഞങ്ങൾ പരുമല തിരുമേനിയെ കാണാൻ ഇങ്ങനെ യാത്ര ചെയ്യും. ഈ പരുമല തിരുമേനിയെ കാണാൻ യാത്ര ചെയ്യുന്ന ആ ഏരിയയിലൊക്കെയാണ് ഉമ്മൻചാണ്ടിയൊക്കെ വരുന്ന, പഴയ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ MGMലെ ആ തീർത്ഥയാത്ര എൻ്റെ ജീവിതത്തിലൊരു തീർത്ഥയാത്രയായി. മതനിരപേക്ഷ മനസ്സിന് പൊന്നാനി നൽകിയതിനേക്കാൾ മഹത്തരമായൊരു പാഠം നൽകിയതാണ് സാക്ഷാൽ തിരുവല്ല. കാരണം ആ പരുമല തിരുമേനിയുടെ കബറിടം തേടിയിട്ട് പള്ളിയിലേക്കുള്ള യാത്ര, ആ സന്യാസി വര്യനെ നമിക്കാനായുള്ള യാത്ര, അതെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതിനും കാരണമായി തീർന്നു. അതിലൊരു കാരണമാണ് പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ സംവിധാനം ചെയ്ത ഒരു പാട്ട്, എൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഭാഷ സിഗ്നേച്ചർ ട്യൂൺ എന്നല്ല ഇപ്പോൾ പറയുക, ഇപ്പം മലയാളം പറയാൻ പാടില്ലല്ലോ, എൻ്റെ ഒരു സിഗ്നേച്ചർ ട്യൂണായിട്ട് മാറിയത് ആ പാട്ടാണ്. ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇന്നിപ്പോൾ ഒരാൾ മഹാനാണെന്ന് തീരുമാനിക്കണമെങ്കിൽ എത്ര ലൈക്ക് ഉണ്ടെന്ന് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് യേശുക്രിസ്തു എത്ര ലൈക്കുണ്ട്? യേശുക്രിസ്തുവിനൊരു 3 ലക്ഷം ലൈക്കേ ഉള്ളൂ. അയ്യോ, യൂദാസോ, അദ്ദേഹത്തിനൊരു 300 കോടി ഉണ്ടാ. അപ്പോൾ അങ്ങനെ ഈ ലൈക്ക് വെച്ച ആൾക്കാരെ അസസ് ചെയ്യുന്നൊരു തലമുറയിൽ നിന്ന് ഞാൻ പറയുകയാണ്, അന്നത്തെ ആ പാട്ട് എന്നിലുണ്ടാക്കിയ പുതിയ തരംഗമാണ് ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുന്ന എന്ന് തന്നെ പറയാം. ദാസേട്ടൻ്റെ മനോഹരമായ പാട്ട്. ദാസേട്ടനോട് പറയുകയും ചെയ്തു, എടാ റെക്കോർഡിങ് സമയത്ത് മ്യൂസിക് ഡയറക്ടറോട് ഗായകൻ പറയുകയാണ്, എടാ നീ ഇത് എഴുതിയതല്ല, നീ അല്ല ഇത് എഴുതിയത്. സ്റ്റുഡിയോയിലുള്ള എല്ലാവരും ഞെട്ടുന്നു, പ്രൊഡ്യൂസർ ഞെട്ടുന്നു. അപ്പോൾ ഈ പേയ്മെൻറ്റ് കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് മനസ്സിൽ എഴുതിയ ആളിന് കൊടുത്താൽ പോരെ? വേറെ ആരോ നിന്നെക്കൊണ്ട് എഴുതിച്ചതാണ്. കാരണം ഇതിലെ വരികൾ നിനക്ക് വീണ്ടും എഴുതാൻ പറ്റില്ല, ഒരുത്തനും എഴുതാൻ പറ്റില്ല. കുറി വരച്ചാലും പകരം ഒരു മലയാളം പറയൂ. ഉണ്ടോ? ഞാൻ ഞെട്ടി, എല്ലാവരും ഞെട്ടി. കുരിശ് വരച്ചാലും ഒരു മലയാളം വാക്ക് പറയൂ. കുമ്പിട്ട് നിസ്കരിച്ചാലും ഇല്ല. അതുകൊണ്ട് ഇത് നീ അല്ല എഴുതിയത്, സംബഡി എൽസ്. ഈ സംബഡി എൽസാണ് നമ്മൾ മൂക്കോല ഭഗവതിയിലും പരുമല തിരുമേനിയിലും ഒക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഐതിഹാസികമായിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ പുതിയ കണ്ണിയായിട്ട് നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ഒരു പ്രോത്ഘാടകനായി മാറാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്ന് വെച്ചാൽ അതെൻ്റെ കഴിവല്ല, എൻ്റെ പാരമ്പര്യത്തിൻ്റെ കഴിവാണ്. അതാണ് എൻ്റെ കഥ എന്ന് പറയുന്നത്. തുടക്കം മുതൽ ഒരുപാട് പരീക്ഷണങ്ങളിലേക്കും പരീക്ഷണ ഘട്ടങ്ങളിലേക്കും ഒക്കെ ഒരു സഞ്ചാരമായിട്ട് മാറാനുള്ള കാരണം എന്താണ്? ഈ നവോത്ഥാന ചിന്താഗതി എന്നിലും എൻ്റെ അച്ഛനിലും ഒക്കെ രൂഢാമൂലമായി ഉണ്ടായതിൻ്റെ ഫലമാണ്. അങ്ങനെ ഞാൻ എത്തിച്ചേർന്നു എവിടെ? MGM സ്കൂളിൽ. അവിടെ വച്ച് ഒരു പ്രത്യേക സംസ്കാരം എന്നിലുണ്ടായി. അങ്ങനെയാണ് ആ കുറി വരച്ചാലും എന്നുള്ള പാട്ട് ജനിച്ചത്. ഇത്രയും കേട്ടപ്പോൾ ഈ കുറി വരച്ചാലും എന്നുള്ള പാട്ട് കേൾക്കാത്തവർക്കത് കേൾക്കാനൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് പിന്നെയും യേശുദാസിൻ്റെ നല്ല ശബ്ദത്തിന് പകരം എൻ്റെ വികല ശബ്ദം ഞാൻ പ്രയോഗിക്കാൻ പോവാണ്, ക്ഷമിക്കുക. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ, രക്തപങ്കിലമാക്കരുതേ. വിന്ധ്യഹിമാചല സഹ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ, വർഗീയ വിത്തു വിതയ്ക്കരുതേ. കുറി വരച്ചാലും
കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തൻ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തൻ ഐശ്വര്യ നദികൾ. കുറി വരച്ചാലും അങ്ങനെ കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എല്ലാം ഒന്നാണ്, ദൈവം ഒന്നാണെന്ന് ഉള്ള പാട്ട് ഉണ്ടാക്കിയ ഒരു സംസ്കാരം എന്നിൽ വന്നത്, ഞാൻ പറഞ്ഞു വന്നത് തലമുറകളിലൂടെയുള്ള പ്രയാണത്തിലൂടെയാണ് എന്ന് വെച്ചാണ്. കാരണം അച്ഛനും മുമ്പുള്ള തലമുറ, അതിനും മുമ്പുള്ള തലമുറ, അതിനും മുമ്പുള്ള തലമുറ, അതുക്കും മുമ്പ് നിയോഗിച്ചതുപോലെ അവിടെ നിന്നുള്ളൊരു വലിയ കാലപ്രവാഹത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ MGM സ്കൂളിലെ ബാല്യകാലം എന്നിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാക്കി. എന്നിലുണ്ടായ ഒരു ഉത്തേജക ഔഷധമായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലം. മാത്രമല്ല അവിടെ വച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് തേടി ഞാൻ പാസ്സാവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും എനിക്ക് ഉന്നതമായ ഒരു സ്ഥാനം കിട്ടി MGM സ്കൂളിൽ വെച്ച്. ഒരു കാര്യത്തിൽ മാത്രം ഞാൻ തളർന്നു പോയി. എനിക്കിപ്പോഴും ആ കാര്യത്തിൽ ദുഃഖമുണ്ട്. അത് അടുത്ത ജന്മത്തിൽ ആ ദുഃഖം ഒരു കാലായി ജനിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാല്, ലെഗ് എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഫുട്ബോളിൽ ഞങ്ങളുടെ MGM സ്കൂൾ ഗ്രൗണ്ടിൽ നല്ല ഗ്രൗണ്ടാണ്. അവിടെ 2-3 സ്ഥലങ്ങളിലെ സ്കൂളുകാർ വന്ന് മത്സരിക്കുകയാണ്. ടൂർണമെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ആ മത്സരത്തിന് ജേഴ്സി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഞാനൊക്കെ ഓടി കളിക്കുമായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ കളിക്കുന്ന മറ്റു കുട്ടികളുടെ കാലിൻ്റെ വലുപ്പമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജോൺ എന്നൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. നമ്മുടെ IM വിജയനെ പോലെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ. അന്നേ അവന് വലിയ വലുപ്പമാണ്. അൺഫിറ്റ് ഫോർ എ സ്കൂൾ അവൻ. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികളുടെ കൂടെ ഇവൻ എന്തിന് സ്കൂളിൽ പഠിക്കാൻ വന്നു. അങ്ങനെ ജോൺ എന്ന് പറയുന്ന പ്രതിയോഗികളുടെ മുമ്പിൽ പോരാടി ഞാനെന്നുള്ള ഫുട്ബോൾ കളിക്കാരൻ അവിടെ ക്ഷീണിച്ചു. അതുകൊണ്ട് അത് ഒഴിവാക്കി അങ്ങനെ MGM സ്കൂളിൽ നിന്ന് ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കി ഞാൻ പോകുന്നത് അടുത്ത ചരിത്രപ്രസിദ്ധമായ മാർത്തോമ കോളേജ് കുറ്റിപ്പുഴ, അവിടെയാണ് ഞാൻ പോകുന്നത്. കുറ്റിപ്പുഴയല്ല, കുറ്റപ്പുഴ മാർത്തോമ കോളേജിൽ ചെല്ലുകയാണ്. അവിടെ ഒരു കുറ്റവുമില്ലാതെ ഞാൻ BA പഠിക്കാൻ പോകുന്നു. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ് ഞാൻ പഠിക്കുകയാണ്. ബാലചന്ദ്രൻ എന്ന് പറയും, P. ബാലചന്ദ്രൻ. ഇയാൾക്ക് അത്യാവശ്യം എഴുതാനൊക്കെയുള്ള ടേസ്റ്റ് ഉണ്ട്, അഭിനയിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു മുഖവുമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ബാലചന്ദ്രൻ ഒരു പക്ഷേ ഒരു സിനിമയിലൊക്കെ നടനായിട്ട് വരാൻ പറ്റും. പക്ഷേ ഫുട്ബോൾ കളിച്ച് പെലെയാവാൻ ശ്രമിച്ച ഞാൻ പരാജയപ്പെട്ട പോലെ ഇവൻ്റെ ഒരു വലിയ ഹാൻഡിക്യാപ്പാണ്, ഉയരമില്ല. മമ്മൂട്ടിയുടെയൊക്കെ അരയൊറ്റോളമേ ഇത് വരുള്ളൂ, ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവൻ ഒരിക്കലും അതാവാൻ പറ്റില്ല. പക്ഷേ ഇവൻ എന്നോട് എപ്പോഴും പറയും, നമുക്ക് സിനിമയിൽ കയറണം. ഞാൻ പറഞ്ഞ സിനിമ കാണാനാണോ അതോ അഭിനയിക്കാനാണോ? അഭിനയിക്കാൻ നിന്നെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തമാശയാണ്, നിങ്ങൾ ചിരിക്കണം, നമ്മുടെ ക്ലാസ്സിലേക്കൊരു പുതിയ സ്റ്റുഡൻറ്റ് വന്ന് കയറുന്നു. അവൻ്റെ പേരും ബാലചന്ദ്രൻ. ഇവൻ പറക്കോട്ട്, നമ്മുടെ അടൂർകാരൻ്റെ ഒക്കെ നാടുണ്ടല്ലോ, അടൂര്. അപ്പോൾ പറക്കോട്ടെ ഒരു ഉണ്ണിത്താനാണ് ഇവൻ അവിടെ വന്നു, ഞങ്ങളുടെ ക്ലാസ്മേറ്റായി. ഇവന് നല്ല ഹൈറ്റാണ്. അപ്പോൾ ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാലചന്ദ്രൻ്റെ ഈ വിഷമം കൂട്ടാൻ വേണ്ടിയിട്ട് കൊള്ളാവുന്ന ബാലചന്ദ്രൻ വന്നല്ലോ എന്ന് പറയും. അവസാനം കോളേജിൽ കൂടി അവൻ്റെ പേര് കൊള്ളാവുന്ന ബാലചന്ദ്രൻ. അപ്പോൾ ഈ 2 ബാലചന്ദ്രൻ നടന്നു പോകുമ്പോൾ ബാലചന്ദ്രനെ വിളിക്കുമെന്ന് പറയുമ്പോൾ പുറകിലുള്ള സ്റ്റുഡൻസ് കൊള്ളാവുന്നവനെയാണോ മറ്റവനെയാണോ? അപ്പോൾ ഈ ബാലചന്ദ്രന് നിരാശ കൂടുന്നു.
ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.